ഇൻ ഡീറ്റെയിൽ, തെറോലി ഇൻ ഡീറ്റെയിൽ. ഈ മെറ്റിക്കുലസ്ലി കണ്ടിട്ട് മനസ്സിലാക്കണം. മെറ്റിക്കുലസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഹായ്, ഹലോ എവ്രി വൺ. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ഇംഗ്ലീഷ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ എസ് വിവേക്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയിൽ ഇംഗ്ലീഷ് ഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ വിശദമായ അവലോകനവും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ എളുപ്പമായി തന്നെ എഴുതാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. തീർച്ചയായും നിങ്ങളിൽ എല്ലാവർക്കും തന്നെ അത് ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം സമയം കളയാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങളൊക്കെ തന്നെ അല്ലേ ശരിക്കുള്ള ആൻസേഴ്സ് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. സെഷൻ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ വാച്ച് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ള ഒരുപാട് മത്സര പരീക്ഷകളിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് സെഷൻ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സെഷനിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഒരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. 121 ചോദ്യം മുതൽ 125 ചോദ്യം വരെ കോംപ്രിഹെൻഷൻ ഭാഗത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു പാസേജ് തരുന്നു, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നു, അതിൽ കുറച്ച് ഓപ്ഷൻസ് തരുന്നു. ആ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ആൻസർ ചൂസ് ചെയ്യുക. അതാണ് ഇവിടെയുള്ള നമ്മുടെ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ ആണ്, ഒബ്ജക്റ്റീവ് കോംപ്രിഹെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. വളരെ എളുപ്പമായിട്ടുള്ള, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നല്ലൊരു പാസേജ് ആയിരുന്നു അല്ലേ. ജാദവ് പയങ്ക്, എ യങ് ബോയ് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടഡ് പ്ലാന്റിംഗ് ട്രീസ് ഓൺ എ ബാരൻ ഐലൻഡ് ഇൻ ആസാം ഇൻ 2009. ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ള ഒരു ബാരൻ ഐലൻഡിൽ ജാദവ് പയങ്ക് ഒരു എന്ത് ചെയ്തു, ട്രീസ് പ്ലാന്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ. എപ്പോഴാ? 2009. ഓവർ ദ ഇയേഴ്സ് ഹി കണ്ടിന്യൂഡ് പ്ലാന്റിങ് എ ഫ്യൂ ട്രീസ് എവറി ഡേ. പിന്നെ കാലം പോകെ പോകെ പുള്ളി എന്ത് ചെയ്തു? ഡെയിലി കുറച്ച് മരങ്ങളായിട്ട് ഇങ്ങനെ നടാൻ തുടങ്ങി അല്ലേ. വാട്ട് സ്റ്റാർട്ടഡ് ആസ് എ സ്മോൾ എഫേർട്ട് ടേൺഡ് ഇൻടു സംതിങ് ഇൻക്രെഡിബിൾ. സ്റ്റാർട്ട് ചെയ്തത് ഒരു ചെറിയ എഫേർട്ട് ആയിട്ടാണ് അല്ലേ. പിന്നെ ഭാവിയിൽ അത് എന്തായി മാറി? വലിയൊരു, നമുക്കറിയാം, കുറച്ച് താഴത്തേക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് ആയി മാറി. ഒരു വിപ്ലവകരമായ മാറ്റം തന്നെ അതിൽ വന്നു അല്ലേ. ടേൺഡ് ഇൻ ടു സംതിങ് ഇൻക്രെഡിബിൾ അല്ലേ, ഇംപോസിബിൾ ടു ബിലീവ് എന്നുള്ള അർത്ഥത്തിലൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ടുഡേ ദ ഐലൻഡ് ഹാസ് ബിക്കം എ ഫോറസ്റ്റ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഐലൻഡ് എന്തായി മാറിയിട്ടുണ്ട്? ഒരു ഫോറസ്റ്റ് ആയി മാറിയിട്ടുണ്ട്. കവറിങ് മോർ ദാൻ 1300 acres, all because of one man's dedication. ഒരൊറ്റ മനുഷ്യന്റെ ഡെഡിക്കേഷൻ കൊണ്ട് ഇന്ന് അതൊരു വലിയ ഫോറസ്റ്റ് ആയി മാറി. ആ ഒരു ബാരൻ ഐലൻഡ്, ഒന്നുമില്ലാതെ കിടന്നിരുന്ന ഒരു ഐലൻഡ് എന്തായി മാറി? ഒരു നല്ലൊരു ഫോറസ്റ്റ് ആയി മാറി അല്ലേ. ദെൻ ജാദവ്സ് ഫോറസ്റ്റ് ഇസ് നൗ ഹോം ടു എലഫന്റ്സ്, ടൈഗേഴ്സ്, deer, birds and many other species. അതിന്ന് ഒരുപാട് ജീവജാലങ്ങൾക്ക് തണലാണ്, വീടാണ് അല്ലേ. ഇറ്റ് ഹെൽപ്സ് പ്രിവെന്റ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് പ്രൊട്ടക്ട്സ് ദ ലാൻഡ് ഫ്രം ഫ്ലഡ്സ്. അതുപോലെ തന്നെ ആ ഒരു ലാൻഡിനെ ഫ്ലഡിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് മോർ ഇൻസ്പയറിംഗ് ഇസ് ദാറ്റ് ഹി ഡിഡ് ഇറ്റ് ഓൾ ബൈ ഹിംസെൽഫ് വിതൗട്ട് എനി ഗവൺമെന്റ് ഹെൽപ്പ് ഇൻ ദ ബിഗിനിങ്. ഇതിന്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒറ്റയ്ക്കാണ്. ആരുടെയും, ഒരു ഗവൺമെന്റിന്റെയും സഹായം തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ജാദവ് ബിലീവ് ദാറ്റ് ഈവൻ എ സിംഗിൾ പേഴ്സൺ ക്യാൻ മേക്ക് എ ഡിഫറൻസ് ഇഫ് ദേ ആർ ട്രൂലി കമ്മിറ്റഡ്. ഒരു സിംഗിൾ പേഴ്സൺ ട്രൂലി കമ്മിറ്റഡ് ആണെങ്കിൽ, ചെയ്യുന്ന കാര്യത്തിൽ അയാൾ ട്രൂലി കമ്മിറ്റഡ് ആണെങ്കിൽ, ഒരു സിംഗിൾ പേഴ്സണിന് പോലും വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ജാദവ് വിശ്വസിക്കുന്നത്. ജാദവ് കാണിച്ചു തന്നതും അത് തന്നെയായിരുന്നു അല്ലെ. ഹിസ് സ്റ്റോറി ഷോസ് us the importance of caring for the environment. പുള്ളിക്കാരന്റെ കഥ നമ്മളോട് എന്താണ് കാണിച്ചു തരുന്നത്? ഷോസ് us the importance of caring for the environment. എൻവയോൺമെന്റിനോടുള്ള കെയറിങ്, അതിന്റെ ഇമ്പോർട്ടൻസ്. And how small actions, when repeated over time, can lead to big changes.
ചെറിയ ചെറിയ പ്രവർത്തികൾ കുറെ കാലത്തേക്ക് ഡെയിലി നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അത് വലിയ ചേഞ്ചസിലോട്ട് നമ്മളെ നയിക്കും എന്ന് കൂടെയാണ് എന്ത് തെളിയിക്കുന്നത്, ജാദവിന്റെ സ്റ്റോറി നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലെ, എപ്പോഴും പഠിക്കുന്ന കാര്യത്തില് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പറയാറുണ്ട്, ഇന്റൻസിറ്റിക്ക് ഒരിക്കലും കൺസിസ്റ്റൻസിയെ ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ആണത്. നിങ്ങളൊരു എക്സാമിന്റെ 4 ദിവസം മുമ്പേ 7-8 മണിക്കൂർ വെച്ചങ്ങ് പഠിക്കാം എന്ന് വിചാരിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് ഡെയിലി നിങ്ങൾ 1-2 മണിക്കൂർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കൺസിസ്റ്റൻസിനെ ബീറ്റ് ചെയ്യാൻ ഇന്റൻസിറ്റിക്ക് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാലം പോകെ പോകെ വലിയൊരു റിസൾട്ട് തരാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ് നമ്മുടെ ജാദവ് പായങ്കിന്റെ ഈ ഒരു സ്റ്റോറി, അല്ലെ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജ്. ആദ്യത്തെ ചോദ്യം, ദോസ് ഹു വാണ്ടഡ് ടു സേവ് ആൻഡ് പ്രൊട്ടക്ട് എൻവയോൺമെന്റ് ഷുഡ് ബി. എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാർ എങ്ങനെ ആയിരിക്കണം? സിൻസിയർ ഉണ്ട്, കമ്മിറ്റഡ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഉണ്ട്, ഓൾ ദ അബവ്. ഓക്കെ, അപ്പം കമ്മിറ്റഡ്, ഡെഡിക്കേറ്റഡ്, സിൻസിയർ ഈ 3 ടേംസും ഇതിനെ കാണിക്കുന്നതാണ്. സോ ആൻസർ എന്താണ് വരുന്നത്? ഓൾ ദ അബവ് ആണ് കേട്ടോ. ഓൾ ദ അബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത നോക്ക്, വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് ദ പാസേജ് അബവ്? ഈ ഒരു പാസേജിലെ മെയിൻ ഐഡിയ എന്താണെന്നാ ചോദിക്കുന്നത്. ഓക്കെ, എന്താണ്? ഫോറസ്റ്റ് ആർ പ്ലേസസ് where plants and animals live. അല്ല, elephants need. അല്ല, planting trees is an easy. No. Even a single individual's dedication can bring great change. അതല്ലേ ഇതിന്റെ മെയിൻ ഐഡിയ എന്താ? ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ ഡെഡിക്കേഷന് വലിയ ചേഞ്ചസിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതല്ലേ ഇതിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. സോ 122ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എഴുതി കാണുമല്ലോ അല്ലെ? ഇനി അടുത്ത ചോദ്യം 123. വാട്ട് ഡസ് ദ പാസേജ് ടീച്ചസ് അബൌട്ട് ദ എൻവയോൺമെന്റ്? എൻവയോൺമെന്റിനെ കുറിച്ച് ഈ ഒരു പാസേജ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഓക്കെ, അവർ എൻവയോൺമെന്റ് ഈസ് നൗ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? അവർ എൻവയോൺമെന്റ് ഈസ് അണ്ടർ സീരിയസ് ത്രെറ്റ്. ഓക്കെ, അതും പറഞ്ഞിട്ടില്ല. ഈവൻ ഇൻഡിവിജ്വൽ ആക്ഷൻസ് ക്യാൻ പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ഇറ്റ് അതല്ലേ പറയുന്നത്, അല്ലെ? ഇൻഡിവിജ്വൽ ആക്ഷൻസിന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. ആരുടെ ആക്ഷനിലൂടെയാണ്? ജാദവിന്റെ ആക്ഷനിലൂടെയാണ് അത് നമ്മളോട് പറയുന്നത്, അല്ലെ? ഓക്കെ, ഇറ്റ് കൻ നോട്ട് ബി ചേഞ്ച്ഡ് ബൈ പീപ്പിൾ അലോൺ. തെറ്റാണ് അല്ലെ? അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. നിങ്ങൾ ഇതില് ഈ ടിക്ക് മാർക്ക് ചെയ്ത ആൻസർ അല്ല നോക്കേണ്ടത്. ഞാൻ യെല്ലോയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ആണേ. യെല്ലോയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ വേണം നോക്കാനായിട്ട്. ഓക്കെ, ദെൻ അടുത്തത്, ഇൻ 2009 ജാദവ് സ്റ്റാർട്ടഡ്. 2009 ജാദവ് എന്താ ചെയ്തത്? ജാദവ് സ്റ്റാർട്ടഡ് പ്ലാന്റിംഗ് ട്രീസ്. ട്രീസ് പ്ലാന്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ? ജാദവ് എന്ത് ചെയ്തു? പ്ലാന്റിംഗ് ട്രീസ്. ദെൻ 125, വാട്ട് വാസ് ദ ഔട്ട്കം ഓഫ് ജാദവ്സ് എഫേർട്സ്? ജാദവിന്റെ എഫേർട്സിന്റെ ഔട്ട്കം എന്തായിരുന്നു? ആ ഒരു ബാരൻ ഐലൻഡ് ഫോറസ്റ്റ് ആയി മാറി എന്നുള്ളതായിരുന്നു ജാദവിന്റെ എഫേർട്സിന്റെ ഔട്ട്കം, അല്ലെ? ഐ മീൻ ജാദവിന്റെ എഫേർട്സിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്, അല്ലെ? ദ ഐലൻഡ് ടേൺഡ് ഇൻ ടു എ ഫോറസ്റ്റ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദ ഐലൻഡ് ടേൺഡ് ഇൻ ടു എ ഫോറസ്റ്റ്. ഓക്കെ, ബാരൻ ലാൻഡ് ആയിരുന്നു അല്ലെ? തരിശുനിലം ആയിരുന്നു. പിന്നീട് എന്തായി മാറി? ഒരു ഫോറസ്റ്റ് ആയി മാറി, അല്ലെ? ഡെയിലി കുറച്ച് ട്രീസ് ആയിട്ട് ഇങ്ങനെ ജാദവ് പ്ലാന്റ് ചെയ്തു. ഓക്കെ, സോ എ ന്യൂ സൂ വാസ് ക്രിയേറ്റഡ്. ഇതൊന്നും കൊടുക്കരുതേ, ആനിമൽസിന്റെ ലാൻഡായി മാറി എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെ? പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഔട്ട്കം എന്താ? ഇത് ഒരു ഫോറസ്റ്റ് ആയി മാറി എന്നുള്ളതാ. ഓൾ റൈറ്റ്. ഇനി അടുത്ത് നമ്മുടെ ബാക്കി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഗ്രാമർ സൈഡ്, വൊക്കാബ് സൈഡ്, പെഡഗോജി സൈഡിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഡാഷ് ഓൾ ദ മെമ്പേഴ്സ് വോട്ടഡ് അഗെയിൻസ്റ്റ് ദ പ്രപ്പോസൽ വാസ് റിജക്റ്റഡ് ഔട്ട്റൈറ്റ്. അപ്പം കാരണമാണ് പറയുന്നത്. എല്ലാ മെമ്പേഴ്സും ഓപ്പോസിറ്റ് ആയിട്ട്, അഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തത് കൊണ്ട് പ്രപ്പോസല് റിജക്ട് ചെയ്യപ്പെട്ടു എന്നാ പറയുന്നത്, അല്ലെ? അപ്പം റീസൺ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മള്
കൺജങ്ഷൻ ഏതാ? സിൻസ് ആണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ബിക്കോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്, അതായത് കോമൺ ആയിട്ട് നമ്മൾ സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ സിൻസ് ആയതുകൊണ്ട് മത്സര പരീക്ഷകള് സിൻസ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാനാണ് ചാൻസ്. ഓക്കെ, സിൻസ് ഇല്ലാത്ത പക്ഷം ഇനി ബിക്കോസ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ആ ബിക്കോസ് കൊടുത്താലും തെറ്റൊന്നുമല്ല. ഓക്കെ, അപ്പം രണ്ടും ബിക്കോസ് എന്ന് പറയുന്നതും സിൻസ് എന്ന് പറയുന്നതും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. അതിനുശേഷം ഒരു ക്ലോസ് വരണം അല്ലെ. ഒരു ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സബ്ജക്റ്റും വേണം, ഒരു വേർബും വേണം. ഓൾ ദ മെമ്പേഴ്സ് സബ്ജക്റ്റ് ആണ്, വോട്ടഡ് വേർബ് ആണ്. സോ ഈ ആദ്യത്തെ ഒരു ഭാഗം ഒരു ക്ലോസ് ആണ്. അതിനു മുമ്പ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ബിക്കോസും സിൻസും കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു സെന്റൻസിന്റെ തുടക്കത്തില് നമ്മള് ഭാഷയില് കൂടുതലായി ഉപയോഗിച്ച് കാണുന്നത് കോമൺ യൂസേജ് സിൻസ് എന്ന് പറയുന്നതായതുകൊണ്ട് ആ സിൻസിനെ ആൻസർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓൾ റൈറ്റ്. ഇനി ബിക്കോസ് ഓഫ് ഒന്നും വരില്ല. ബിക്കോസ് ഓഫിനൊക്കെ ശേഷം നമ്മൾ ഒരു നൗണോ നൗൺ ഫ്രേസോ ഒക്കെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പാർട്ട് ഫ്രം ഒന്നും നമ്മൾ സംശയിക്കേ വേണ്ട. അവിടെ നമുക്ക് ഗ്രാമാറ്റിക്കലിയും പോസിബിൾ അല്ല, എന്തുമല്ല, മീനിങ് വൈസും നമുക്ക് അവിടെ അത് പോസിബിൾ അല്ല. സോ സിൻസ് ആണ് ആൻസർ വരുന്നത്. എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ജോഗേഴ്സ് ഡാഷ് സ്റ്റെപ്പ് ഓൺ ദ ഗ്രാസ് ഇൻ ദ പാർക്ക്. ജോഗേഴ്സ് എന്ത് ചെയ്യരുത്? മസിൻഡ് സ്റ്റെപ്പ് ഓൺ ദ ഗ്രാസ് ഇൻ ദ പാർക്ക്. അങ്ങോട്ട്, ഐ മീൻ പാർക്കിലെ ഗ്രാസിലേക്ക് കയറരുത് എന്നാണ് പറയുന്നത്. മസിൻഡ് അല്ലെ, നിർബന്ധം കാണിക്കുന്നതാ, കടക്കാൻ പാടില്ല, അവരെ പ്രിവെന്റ് ചെയ്യുന്നു അല്ലെ, അത് കാണിക്കുന്നതാണ്, പ്രിവെൻഷൻ കാണിക്കുന്നതാണ്. മസിൻ സ്റ്റെപ്പ് ഓൺ ദ ഗ്രാസ് ഇൻ ദ പാർക്ക്. ജോഗേഴ്സ് മസിൻഡ് സ്റ്റെപ്പ് ഓൺ ദ ഗ്രാസ് ഇൻ ദ പാർക്ക്. ഡസിൻഡ് വരില്ല. നീഡിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കുഡിൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ ആയി പോവും. ഓക്കെ, അപ്പം നമുക്കിവിടെ വേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് മസിൻഡ് ആണ്. ജോഗേഴ്സ് മസിൻഡ് സ്റ്റെപ്പ് ഓൺ ദ ഗ്രാസ് ഇൻ ദ പാർക്ക്. ഓൾ റൈറ്റ്, മസിൻഡ് എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് പ്രിവെൻഷൻ കാണിക്കുന്നതാണ് അല്ലെ. സോ അടുത്തത്, the report was examined meticulously. This means the report was examined dash meticulously എന്ന് പറഞ്ഞാൽ എന്താ? thoroughly concerned with the details എന്നൊക്കെ പറയുന്ന ഐഡിയ ആണ്. വളരെ സസൂക്ഷ്മം ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ എക്സാമിൻ ചെയ്തു എന്നാ. അപ്പൊ എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞേ? thoroughly in detail, thoroughly in detail. ഈ മെറ്റിക്കുലസ്ലി കണ്ടിട്ട് മനസ്സിലാക്കണം. മെറ്റിക്കുലസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ഡീറ്റെയിൽ, thoroughly in detail. കിട്ടുമല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്ത് കാണുമെന്നാണ് വിശ്വാസം. മെറ്റിക്കുലസ്ലി ഒക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളിൽ പെടുന്നതാണ്. ഓക്കെ, സോ അടുത്തത്, ദ പ്രിഫിക്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബിഫോർ ദ വേർഡ് ക്ലോസസ്. ഇതിലിവിടെ ഉദ്ദേശിച്ചത് എന്താണ്? അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പ്രിഫിക്സ്, ഈ ക്ലോസ് എന്ന് പറയുന്ന വേർഡിന് മുമ്പേ ചേർക്കാൻ പറ്റുന്ന പ്രിഫിക്സ്, അതായത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, നമ്മളൊരു വേർഡിന്റെ മുമ്പേ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ല ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത് അല്ലെ. സോ നമ്മളോട് ചിലപ്പോൾ അവര് ഈ ക്ലോസിന്റെ നെഗറ്റീവ് മീനിങ് കിട്ടാൻ തക്കവണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രിഫിക്സ് ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ UN കൊടുക്കായിരുന്നു. ഇപ്പൊ നമ്മളോട് ക്ലോസിന്റെ മുമ്പിൽ ചേർക്കാൻ പറ്റുന്ന പ്രിഫിക്സ് ഏതാന്ന് മാത്രമാ ചോദിച്ചത്. ഇവിടെ ആക്ച്വലി നമുക്ക് UN കൊടുത്താലും DIS കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഈ UN കൊടുത്തു കഴിഞ്ഞാൽ അൺക്ലോസ് എന്ന് കിട്ടും. അൺക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ്, താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, മീൻസ് ടു ഓപ്പൺ. അൺക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുക, ഓർ ടു കോസ് സംതിങ് ദാറ്റ് ഈസ് ക്ലോസ്ഡ് ടു ബിക്കം ഓപ്പൺ. അതായത് ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനം ഓപ്പൺ ആക്കുക എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ. പിന്നെ റിവീൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഡിസ്ക്ലോസ്, കണ്ടോ, റിവീൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഡിസ്ക്ലോസും കൊടുക്കാം. സോ ആക്ച്വലി പറയുകയാണെങ്കിൽ രണ്ടും ആൻസർ ആയിട്ട് വരാം. നമുക്ക് ഓപ്പോസിറ്റ് മീനിങ് കിട്ടാൻ വേണ്ടി പ്രഫിക്സ് ചേർക്കൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ UN കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും പറയാത്ത പക്ഷം ആക്ച്വലി UN ക്ലോസിന്റെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാലും DIS കൊടുത്തു കഴിഞ്ഞാലും അത് രണ്ടും പ്രഫിക്സ് തന്നെ, ക്ലോസിന്റെ മുമ്പിൽ കൊടുക്കാൻ പറ്റുന്ന പ്രഫിക്സ് തന്നെയാണ് രണ്ടും. ഓൾ റൈറ്റ്. അപ്പോ
നമുക്ക് അതിൽ ഏത് ക്വസ്റ്റ്യൻ അവർ കൊടുക്കും, ഐ മീൻ ഏത് ആൻസർ അവർ ചൂസ് ചെയ്യും എന്ന് നോക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കീ ഒക്കെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നോക്കാം, മനസ്സിലാക്കാം. അല്ലാതെ ഇപ്പൊ ഇതിൽ ക്വസ്റ്റ്യനിലൊന്നും അവർ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഓപ്പോസിറ്റ് മീനിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല, പ്രിഫിക്സ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് UN-ഉം DIS-ഉം കൊടുക്കാൻ പറ്റും. ഒരു വേർഡിന്റെ മുമ്പിൽ കൊടുക്കാൻ പറ്റുന്ന, അതില് എന്തെങ്കിലും ഒരു ചേഞ്ച് വരാൻ, മീനിങ് ചേഞ്ചോ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് ചേഞ്ച് ആവുന്നയോ തരത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് പ്രിഫിക്സ്. അപ്പൊ ആക്ച്വലി ക്ലോസിന്റെ മുമ്പിൽ UN കൊടുത്താലും DIS കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ല. ഇൽ ക്ലോസ് ഒന്നും മിസ് ക്ലോസ് ഒന്നും പറയില്ല എന്ന് നമുക്കറിയാം അല്ലെ. അൺക്ലോസ് ഉപയോഗത്തിലുള്ളതാണ്, ഡിസ്ക്ലോസ് ഉപയോഗത്തിലുള്ളതാ. സോ നമുക്ക് ഏത് വരുമെന്ന് നമുക്ക് കണ്ടറിയാം. അല്ല ക്വസ്റ്റ്യൻ ഇനി ക്യാൻസൽ ആയി പോവോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ റിയാലിറ്റി ഇങ്ങനെയാണ്, യാഥാർത്ഥ്യം ഇങ്ങനെയാണ്, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇതിൽ നിങ്ങൾ ഏതാ എഴുതിയത് നോക്കാം നമുക്ക് എന്തായാലും. അടുത്ത ഒരു ചോദ്യം, ദ ATM ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ മീൻസ്. ഇതൊക്കെ നമ്മുടെ ആപ്പിലെ ലൈവ് ക്ലാസ്സസിലൊക്കെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ഞാൻ എപ്പോഴും ഇത് പറയുമ്പം പറഞ്ഞു കൊടുക്കാറുള്ളത്. നമ്മൾക്ക് ഇപ്പോഴാണ് ഈ ഇലക്ട്രിസിറ്റി ഒക്കെ വന്നത് അല്ലേ. മുമ്പ് വീടുകളിലൊക്കെ ഓയിൽ ലാമ്പ് ഒക്കെ ആയിരുന്നു. അപ്പം ഒരു വീട്ടില് ലേറ്റ് നൈറ്റിലും ഒരു ലാമ്പ് കിടന്ന് കത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അവിടെ ഉണർന്നിരുന്ന് ആരോ വർക്ക് ചെയ്യുന്നുണ്ട്, ലേറ്റ് നൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. സോ നമുക്ക് അത് വെച്ച് കണക്ട് ചെയ്യാം. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റേ അവേക്ക് ആൻഡ് വർക്ക് ലേറ്റ് അറ്റ് നൈറ്റ് എന്നാണ്. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ടു സ്റ്റേ അവേക്ക് ആൻഡ് വർക്ക് ലേറ്റ് അറ്റ് നൈറ്റ്. ഓക്കെ, ടു സ്റ്റേ അവേക്ക് ആൻഡ് വർക്ക് ലേറ്റ് അറ്റ് നൈറ്റ്. ഓക്കെ, ഇനി അടുത്തത്, എ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് ഷുഡ്. പെഡഗോജി സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ. എ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷിന്റെ ടീച്ചർ ഷുഡ് യൂസ് മദർ ടങ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് ഫൗണ്ട് നെസസറി. നെസസറി ആണെങ്കിൽ മാത്രം മദർ ടങ് ഉപയോഗിക്കാം. ഓൾ റൈറ്റ്, ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത്, ദ ബോയ് ലൈക്സ് പ്ലേയിങ് പസിൽസ് ഡാഷ് ദ കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ നമ്മൾ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓൺ വെച്ചിട്ടാ പറയാം. ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കുക. വി യൂസ് ദ പ്രിപ്പോസിഷൻ ഓൺ വെൻ റെഫറിംഗ് ടു ആക്ടിവിറ്റീസ് ഡൺ യൂസിങ് ഇലക്ട്രോണിക് ഡിവൈസസ് വിത്ത് സ്ക്രീൻസ് ഓർ പ്ലാറ്റ്ഫോംസ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഓൺ ദ കമ്പ്യൂട്ടർ, ഓൺ ദ ഫോൺ, ഓൺ ടെലിവിഷൻ, ഓൺ ദ ഇന്റർനെറ്റ് എക്സെട്ര. ഓൾ റൈറ്റ്, അപ്പൊ എന്താ കൊടുക്കേണ്ടത്, കമ്പ്യൂട്ടർ അല്ലേ, ഓൺ ദ കമ്പ്യൂട്ടർ. ഓക്കെ, അടുത്ത ചോദ്യം, ചേഞ്ചിങ് ടു പാസീവ്. നമ്മൾ പാസീവിന്റെ എല്ലാ സ്ട്രക്ചേഴ്സും എത്രയോ തവണ പഠിച്ചിട്ടുള്ളതാ അല്ലെ. എവ്രി വൺ എൻജോയ്സ് ലിസണിങ് ടു മ്യൂസിക്. ഈ എൻജോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് പ്ലസ് ഡസ് ആണ്, അതായത് സിമ്പിൾ പ്രസന്റ് ആണ്. ഈ സിമ്പിൾ പ്രസന്റിനെ എങ്ങനെയാ നമ്മൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് V3. ഇതാണ് സ്ട്രക്ചർ അല്ലേ. നമുക്ക് പെന്നിന്റെ ഇങ്ക് ഒന്ന് മാറ്റാം. ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് V3. ഒബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് V3. ഒബ്ജക്ട് എന്താ അവിടെ കൊടുത്തിട്ടുണ്ട്, മ്യൂസിക് ഡാഷ് ബൈ എവ്രി വൺ. മ്യൂസിക് സിംഗുലർ ആണ്, ഈസ്. ഇനി V3, എൻജോയ്ഡ് V3, എൻജോയ്ഡ് ബൈ എവ്രി വൺ. ഓൾ റൈറ്റ്, ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിൽ ടിക്ക് കൊടുത്തത് നോക്കല്ലേ. ഇത് ഏതോ ഒരു സ്റ്റുഡന്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇത് ഞാൻ ഇതിൽ യെല്ലോയിൽ കൊടുത്തിരിക്കുന്നതാണ് ആൻസർ. ഓൾ റൈറ്റ്, അടുത്ത നോക്കുക. ഹി ഹാസ് സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഇൻ ടൈം. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഫോർ എ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഒരു ഓക്സിലറി വേർബ് വേണം. സെന്റൻസിൽ ഓക്സിലറി വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഓക്സിലറി എന്താ? ഹാസ് ആണ് ഓക്സിലറി എന്ന് പറയുന്നത് അല്ലെ. ഹാസ് ആണ്. ഇനി സബ്ജക്റ്റ് ഹി ആണ്. അപ്പം ഹാസിൻഡ് ഹി, ഹാസിൻഡ് ഹി എന്ന് വരും. എന്തുകൊണ്ടാ ഹാസിൻഡ് എന്നായത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം അല്ലെ. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സെന്റൻസ് പോസിറ്റീവാ, ടാഗ് നെഗറ്റീവ് ആകണ്ടേ? ഹാസിൻഡ് ഹി, ഹാസിൻഡ് ഹി. അടുത്തത്, I will put everything in a nutshell. This means in a nutshell എന്ന് പറഞ്ഞാൽ എന്താ? ബ്രീഫ് ആൻഡ് ഷോർട്ട് വേ എന്നാണ് കേട്ടോ. ഇൻ എ ബ്രീഫ് ആൻഡ് ഷോർട്ട് വേ. ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ?
in a brief and short way, in a nutshell. Okay, കിട്ടിക്കാണും. അടുത്ത നോക്കാം. If we had practiced thoroughly, if clause ആണ്. നമ്മൾ if ക്ലോസിൽ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ ഇങ്ങനെ പാട്ടും പാടി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഫസ്റ്റ് കണ്ടീഷൻ സിമ്പിൾ പ്രസന്റിലുള്ളത് ഇഫ് വി സ്റ്റഡി, ഇഫ് വി വേണ്ട, ഇഫ് യു ആക്കാം നമുക്ക്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് അല്ലെ? ആദ്യത്തേത് ഞാൻ ഇവിടെ എഴുതാവേ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഓക്കെ, രണ്ടാമത്തേത് ഇഫ് യു studied well you would pass. മൂന്നാമത്തേത് if you had studied well you would have passed. You would have passed. All right. അപ്പോ ഇതേതാ? ഹാഡ് പ്രാക്ടീസ്ഡ്, അതായത് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ ഹാഡ് സ്റ്റഡീഡ് പോലെ അല്ലെ? അപ്പുറത്തൊന്ത് വരണം? വുഡ് ഹാവ് പാസ്ഡ് തന്നിട്ടില്ലേ? അപ്പം വി വുഡ് ഹാവ് പെർഫോംഡ് വെൽ, ഓപ്ഷൻ സി. ഇതും കിട്ടിക്കാണുമല്ലോ. ഫസ്റ്റ് കണ്ടീഷൻ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. സെക്കൻഡ് കണ്ടീഷൻ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. തേർഡ് കണ്ടീഷൻ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. ഓൾ റൈറ്റ്, ഇതിൽ ഏത് കണ്ടീഷനാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്? തേർഡ് കണ്ടീഷൻ അല്ലേ? സോ ആൻസർ എന്താ വരുന്നത്? വി വുഡ് ഹാവ് പെർഫോംഡ് വെൽ. അടുത്ത നോക്കാം. ദ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ടാക്സ് സ്ട്രക്ചർ ഡാഷ് സിവിയർ ക്രിറ്റിസിസം. ഇവോൾഡ് അല്ല, എറൈസൻ അല്ല, റൈസൻ ഒന്നും അല്ല അല്ലെ? എന്താണ്? എറൗസ്ഡ് ആണ്. എറൗസ് ചെയ്യുക. എറൗസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? എറൗസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞേ. To cause a particular reaction in people. Okay. To cause a particular reaction in people. Aroused എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to cause a particular reaction in people. അപ്പൊ എന്താ ആൻസർ വരുന്നത്? aroused ആണ്. Okay. Okay. Then the unit of sound in a word is. ഒരു വേർഡിലെ സൗണ്ട് യൂണിറ്റ്, അതിന് സിലബിൾ എന്നാ പറയുന്നത്. ലെറ്ററും സ്ട്രെസ്സും ഒന്നുമല്ല. എന്താ പറയുന്നത്? സിലബിൾ. ദ യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ എ വേർഡ്. ഒരു വേർഡിലെ സൗണ്ടിന്റെ യൂണിറ്റിന് നമ്മൾ പറയുന്നത് സിലബിൾ എന്നാ. ഓക്കെ, ദി യൂണിറ്റ് ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ യൂണിറ്റ് എവിടെ? ഒരു വേർഡിലുള്ളത്, അത് സിലബിളാ. സിലബിൾ. ഓക്കെ. ദെൻ അടുത്തത് എവ്രി ഡേ ഷീ ഡാഷ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് പ്രാക്ടീസസ് യോഗ. എല്ലാ ദിവസവും അവള് രാവിലെ ഉണരും അല്ലെ? ഷീ ആണ്. ടെൻസ് ഏതായിരിക്കും? പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? ഡു ഫോം അല്ലെങ്കിൽ ഡസ് ഫോം. നമുക്ക് വേക്കോ വേക്സോ കൊടുക്കാം. ഇവിടെ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വേക്സ് കൊടുക്കാം. ഷീ വേക്സ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് പ്രാക്ടീസസ് യോഗ. അടുത്ത നോക്കാം. ഡോണ്ട് ലീവ് ദ വിൻഡോസ് ഓപ്പൺ പ്ലീസ്. The language function highlighted is. Okay, പ്ലീസ് കാണുന്നത് കൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി ഇതൊരു റിക്വസ്റ്റ് ആണെന്ന് പറയാം അല്ലെ? ഡോണ്ട് ലീവ് ദ വിൻഡോസ് ഓപ്പൺ. സോ വിൻഡോസ് തുറന്നിടല്ലേ പ്ലീസ്. ഓക്കെ, ഇതൊരു റിക്വസ്റ്റ് ആണ്. ഇതെന്താണ്? ഇതൊരു റിക്വസ്റ്റ് ആണ്. He dashed for civil service examination for 5 years. ഓക്കെ, 5 വർഷമായി സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പേ തുടങ്ങി, അതായത് പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടെൻസാ ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്താ? സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇനി ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ ഫോർ ഉപയോഗിക്കും. ഒരു പോയിന്റ് ഓഫ് ടൈം വർഷമൊക്കെ ആണെങ്കിൽ സിൻസ് ഉപയോഗിക്കും. സോ ഇവിടെ
സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വേണം കൊടുക്കാൻ. അപ്പം ഹീ ആണ്, ഹാസ് കൊടുക്കണോ ഹാവ് കൊടുക്കണോ? ഹാസ് കൊടുക്കണം. ഹി ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഫോർ 5 years. ഓൾ റൈറ്റ്, ഗോട്ട് ഇറ്റ്. ടെൻസ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളതാ സിമ്പിൾ പ്രസന്റ് നിന്ന് ചോദ്യം വരും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ചെയ്യുന്ന ചോദ്യം വരും, ചിലപ്പോഴൊക്കെ സിമ്പിൾ പാസ്റ്റ് നിന്നും വരും. ഒരു പോയിന്റ് ഓഫ് ടൈം പാസ്റ്റിലുള്ള ഒരു പാസ്റ്റ് ടൈം റെഫറൻസ് തരുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്. ഇത് മൂന്നുമാണ് നിരന്തരമായ ചോദ്യങ്ങൾ. വിത്ത് പ്രൂഫ്, ഐ മീൻ വിത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ ലൈവ് ക്ലാസ്സസിലും നമ്മുടെ റെക്കോർഡഡ് സെഷൻസിലും ഒക്കെ തന്നെ. ഓക്കെ, അപ്പം ആസ്പിരൻസിന് അറിയായിരിക്കും. ഓക്കെ, അപ്പം അടുത്തത് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു കോൺക്രീറ്റ്. നൗണ് പഠിപ്പിക്കുമ്പോൾ ചൊല്ലി ചൊല്ലി ഞാൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. കാണാനും തൊടാനും കഴിയുന്ന നാമങ്ങളെ, അല്ലെ, ഒരു ഫ്ലവർ ആയിക്കോട്ടെ, ഒരു ടേബിൾ ആയിക്കോട്ടെ, ഒരു ചെയർ ആയിക്കോട്ടെ, കാണാനും തൊടാനും ഒക്കെ പറ്റും. കോൺക്രീറ്റ് നൗണാണ്, ടാഞ്ചിബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഇനി അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, കാണാനും തൊടാനും ഒന്നും പറ്റൂല, ഫീൽ ചെയ്യാൻ മാത്രമൊക്കെ പറ്റുന്ന. ലവ്, ഫ്രീഡം, ഓണസ്റ്റി, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് ആണ്. സോ കോൺക്രീറ്റ് നൗണും അബ്സ്ട്രാക്ട് നൗണും രണ്ടും ഓപ്പോസിറ്റ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന. വേർഡ് മീനിങ്ങും എപ്പോഴും ചോദിക്കും കോൺക്രീറ്റിന്റെ ആന്റണിയുമായിട്ട് അബ്സ്ട്രാക്ട് ഉപയോഗിക്കാം എന്ന്. സോ ഇതെല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്തത് which of the following is not an example for a language discourse? എന്താണ് ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സെന്റൻസിൽ അധികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അത് എഴുത്തിലോ സംസാരത്തിലോ ആയിക്കോട്ടെ, അതാണ് ഡിസ്കോഴ്സ്. ഒരു സെന്റൻസ് അല്ല, അതിലധികം എന്തായാലും വേണം. പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥം വേണം, ഒരു പർപ്പസ് വേണം, അതാണ് ഡിസ്കോഴ്സ്. ഓക്കെ, അപ്പം പ്രൊഫൈല്, നമ്മൾ ആൾക്കാരുടെ പ്രൊഫൈലൊക്കെ എഴുതാറുണ്ട്, നോട്ടീസ്, റിപ്പോർട്ട്, ഇതൊക്കെ ലാംഗ്വേജ് ഡിസ്കോഴ്സ് ആണ്. എന്നാൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഒരു സെന്റൻസിന്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ക്ലോസിന്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. അതൊരു ലാംഗ്വേജ് ഡിസ്കോഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ, ഫ്രേസ് എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലെറ്റ് us finish the project ഡാഷ് നെക്സ്റ്റ് മന്ത്. കണ്ണും പൂട്ടി ആൻസർ ചെയ്യാൻ പറ്റുന്നത് ബൈ നെക്സ്റ്റ് മന്ത്. ഓക്കെ, ബൈ നെക്സ്റ്റ് മന്ത് അല്ലെ, പ്രിപ്പൊസിഷൻ ആണ് ബൈ നെക്സ്റ്റ് മന്ത്. പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു 10-30 വേർഡ്സ് ഉണ്ട് സ്ഥിരമായി സ്പെൽ ചെക്കിന് ചോദിക്കുന്ന. അതിൽ ഈ സെപ്പറേറ്റ്, റിലീവ് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതാ. ഓക്കെ, അപ്പം ഈ അറ്റൻഡൻസ് ഡാൻസ് ആണ്, അവസാനം ഡാൻസ് ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. എങ്ങനെയാണ് അറ്റൻഡൻസ് എഴുതേണ്ടത്? അറ്റൻഡാൻസ്, DEL, അറ്റൻഡൻസ്. ഇതാണ് സ്പെല്ലിംഗ്. അപ്പൊ ഏതാണ് റോങ്ലി സ്പെൽഡ് വേർഡ്? അറ്റൻഡൻസ്. ഇതാണ് കേട്ടോ റോങ്ലി സ്പെൽഡ് വേർഡ്. കിട്ടി കാണുമല്ലോ അല്ലെ? ഇനി the school is 3 kilometers away from here. ഓക്കെ, ഏത് ചോദ്യത്തിന്റെ ഉത്തരവായിട്ടായിരിക്കും ഇത് കിട്ടിയിട്ടുള്ളത്? 3 kilometers away. ഹൗ ഫാർ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ? ഹൗ ഫാർ, ഡിസ്റ്റൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ഫാർ ആണ്. ഓക്കെ, ഡ്യൂറേഷൻ ആണ് നമ്മൾ ഹൗ ലോങ് ചോദിക്കുക അല്ലെ? ഹൗ മച്ച്, എത്രത്തോളമാണ് അല്ലെ? ഹൗ, എങ്ങനെയാണ്. സോ ഹൗ ഫാർ ഇസ് ദ സ്കൂൾ ഫ്രം ഹിയർ? ഹൗ ഫാർ ഇസ് ദ സ്കൂൾ ഫ്രം ഹിയർ? ഓൾ റൈറ്റ്. ദെൻ അടുത്തത് വാട്ട് ഡാഷ് യു പ്രിഫർ, ടീ ഓർ കോഫി? ഇതൊരു പൊലൈറ്റ് ഓഫർ ആണ് അല്ലെ? ഇതൊരു പൊലൈറ്റ് ഓഫർ ആണ്. സോ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്താ? വുഡാണ്. നമ്മള് നമ്മുടെ ചില ഓക്സിലറീസ്, ചില പ്രത്യേക മോഡൽ ഓക്സിലറീസിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിന്റെ ഫങ്ഷൻസ്. അതിൽ പൊളൈറ്റ് ഓഫർ ആണെങ്കിൽ നമ്മൾ വുഡാണ് ഉപയോഗിക്കുക. വാട്ട് വുഡ് യു പ്രിഫർ, ടീ ഓർ കോഫി? സോ വുഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഇവിടെയും നമ്മുടെ ഓക്സിലറീസിന്റെ ഉപയോഗമാണ് അല്ലെ ഭാഷയിൽ. ഡാഷ് ഐ ഗെറ്റ് എ റിപ്ലൈ നൗ, പ്ലീസ്. ആ പ്ലീസ് ഉണ്ടെങ്കിൽ നമുക്ക്
മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. പൊലൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് അത് അല്ലെ. അവിടെ പൊലൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മേ ഉപയോഗിക്കാം. മസ്റ്റും ഷുഡും നീഡും ഒന്നും അല്ല. മേ ഐ ഗെറ്റ് എ റിപ്ലൈ നൗ പ്ലീസ്? ഓക്കെ, യെസ് ഓഫ് കോഴ്സ് എന്ന് ഉത്തരം പറയുന്നത്. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? മേ ആണ് ആൻസർ വരുന്നത് കേട്ടോ. മേ ആണ് ആൻസർ വരുന്നത്. അടുത്തത്, ആസ് എ റിസൾട്ട് ഓഫ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ there developed a conflict. എന്തോ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ആ കമ്മ്യൂണിക്കേഷനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവ് നമുക്ക് ഇവിടെ വേണം അല്ലെ. അപ്പം അവിടെ എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചു. അപ്പം എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അത്? മിസ്അണ്ടർസ്റ്റുഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഒന്നും ഇല്ലല്ലോ. ഓൾ റൈറ്റ്, ഈ മിസ്അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം വേർബിന്റെ V3 ആണ്. അതുപോലെ തന്നെ ഇത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡുമാണ്. മിസ്അണ്ടർസ്റ്റുഡ് കമ്മ്യൂണിക്കേഷൻ. ആസ് എ റിസൾട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റുഡ് കമ്മ്യൂണിക്കേഷൻ there developed a conflict. ഓക്കെ, ഓൾ റൈറ്റ്. നമ്മുടെ അവസാനത്തെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് ചോദിച്ചിട്ടുള്ള അല്ലെ, സ്റ്റഡീസിന്റെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. The branch of study that deals with the origin and history of words is. എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്തുമായിട്ട് ഡീൽ ചെയ്യുന്ന? ഒറിജിൻ, വാക്കുകളുടെ ഒറിജിൻ ആയിട്ട്, അതിന്റെ ഹിസ്റ്ററി ആയിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് എറ്റിമോളജി ആണത് അല്ലെ. എറ്റിമോളജിക്കൽ ചേഞ്ചസ് എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെ. കാലം പോകുന്നതിനനുസരിച്ച് ഒരു വാക്കിന് അല്ലെ, വാക്കുകൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരാറുണ്ട് അല്ലെ. ഇപ്പം ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ് അതിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡി അതെന്താണ്? എറ്റിമോളജിയാണ്. എന്താണത്? എറ്റിമോളജിയാണ്. ഓക്കെ, സോ നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് അല്ലെ. അതില് എല്ലാം തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 3-4 തെറ്റുകൾ വരുത്തുമായിരിക്കും. ബാക്കിയൊക്കെ വളരെ എളുപ്പത്തിൽ ഓപ്ഷൻ സി പോലും നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത കൈൻഡ് ഓഫ് സാധനങ്ങളായിരുന്നു, 1-2 ഒഴിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതി എന്നാണ് വിശ്വാസം. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് നിങ്ങൾക്ക് നമ്മളിപ്പം പറഞ്ഞ കീ അനുസരിച്ച് നിങ്ങൾ ചെയ്തതിൽ ഇംഗ്ലീഷിന്റെ സൈഡിൽ നിങ്ങൾക്ക് 30ൽ എത്ര മാർക്സ് കിട്ടി എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത ഒരു സെഷനുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു വെരി മച്ച് ആൻഡ് ബൈ ബൈ.